ഇന്ത്യ അമേരിക്ക ബന്ധം നിലവിൽ ഏറെ സങ്കീർണമായിരിക്കുകയാണ്. ഇക്കണക്കിനാണ് പോക്കെങ്കിൽ എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് പറയാനാകില്ല. അതെ, ട്രംപ് അധികാരത്തിലേറിയപ്പോൾ നമ്മളൊരു വിഭാഗം ആളുകളെങ്കിലും സന്തോഷിച്ചിരുന്നു. കാരണം ബൈഡൻ ഭരണകൂടത്തിൽ ഇല്ലാത്ത ഒരു നല്ല ബന്ധമാണ് അതിനു മുമ്പുണ്ടായ ട്രംപുമായി ഇന്ത്യക്കുണ്ടായിരുന്നത്. അതിലുപരി ട്രംപ് മോദി ബന്ധവും ഏറെ നല്ലതായിരുന്നു. ഇരുവരും തമ്മിലുള്ള ഒരുപാട് കാഴ്ചപ്പാടുകൾ തമ്മിൽ പൊരുത്തമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതിനെല്ലാം ഒരു ട്വിസ്റ്റ് വന്നു ചേർന്നിരിക്കുകയാണ്. നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള ഒരു ട്വിസ്റ്റ്. അതെ, ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ഇന്ത്യ അമേരിക്ക ബന്ധത്തിനേറ്റ വിള്ളലിനെ കുറിച്ചാണ്. 21ാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉഭയകക്ഷികൾ എന്ന് വിളിക്കപ്പെടുന്ന ഇന്ത്യ അമേരിക്ക ബന്ധം ഒരു പുതിയ തുടക്കത്തിലേക്ക്, അതായത് ഒരു പുതുവർഷത്തിലേക്ക് കടക്കുമ്പോൾ ഇപ്പോൾ ഒരു നിർണായക ഘട്ടത്തിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. അമേരിക്കയുടെ ഡെപ്യൂട്ടി സ്റ്റേറ്റ് സെക്രട്ടറി കുഡ് കാമ്പൽ ഇരുവരും തമ്മിലുള്ള ബന്ധത്തിൽ ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട് എങ്കിലും ജോ ബൈഡൻ ഭരണത്തിന് കീഴിൽ ഈ ബന്ധത്തിൽ ചില വിള്ളലുകൾ വീണതായി പറയുന്നുണ്ട്. ബൈഡൻ ഭരണത്തിന് കീഴിൽ ഇരു രാജ്യങ്ങളും തമ്മിലുണ്ടായ ഉഭയകക്ഷി ബന്ധത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത സവിശേഷ സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ചില മേഖലകളിൽ ചലനങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞുവെങ്കിലും തന്ത്രപ്രധാന മേഖലകളിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ഇരു കൂട്ടർക്കും കഴിഞ്ഞിട്ടില്ല. ഇത് ഏറെ ശ്രദ്ധേയമാണ്. അതായത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ബൈഡൻ ഭരണകൂടത്തിൽ ഇന്ത്യയുമായി ഉണ്ടായ വിള്ളലിനെ കുറിച്ച് അതിനെ മറച്ചു പിടിച്ചുകൊണ്ട് അദ്ദേഹം ഒരു പ്രതികരണം നടത്തിയിരുന്നു. അതായത് നിലവിലുണ്ടായിരിക്കുന്ന വെല്ലുവിളികളെ അതിജീവിക്കാൻ ഇന്ത്യക്കും അമേരിക്കയ്ക്കും കഴിയുമെന്ന് ബൈഡൻ ഭരണകൂടം പറഞ്ഞു വെക്കുകയാണ്. സിഖ് വിഘടനവാദിയുമായി ബന്ധപ്പെട്ട ആരോപണവും ഇന്ത്യൻ കോടീശ്വരൻ ഗൗതം അദാനിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആരോപണവും അതിജീവിക്കുമെന്ന് ബൈഡൻ ഭരണകൂടം ഉറച്ച് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. രണ്ട് ആരോപണങ്ങളും ഇന്ത്യ US ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തിയെന്നും ഇത് ഉചിതമായി നേരിടാൻ തങ്ങൾക്ക് കഴിയുമെന്ന് തനിക്ക് ഉറപ്പുണ്ടെന്നും ഒരു മുതിർന്ന അഡ്മിനിസ്ട്രേഷൻ ഉദ്യോഗസ്ഥൻ പറഞ്ഞു. സിഖ് വിഘടനവാദി നേതാവ് ഗുർപത്വന്ത് സിംഗ് പന്നുവിനെ കൊലപ്പെടുത്താനുള്ള പദ്ധതിയിൽ ഒരു ഇന്ത്യൻ ഉദ്യോഗസ്ഥന് പങ്കുണ്ടെന്ന് ന്യൂയോർക്ക് കോടതിയിൽ US നീതിന്യായ വകുപ്പ് ആരോപിച്ചിരുന്നു. മറ്റൊരു കുറ്റപത്രത്തിൽ ഇന്ത്യൻ കോടീശ്വരൻ ഗൗതം അദാനിക്കെതിരെ അഴിമതി കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിൽ ഉയർന്നുവന്ന ചോദ്യങ്ങളോട് പ്രതികരിക്കവെയാണ് ഇന്ത്യയും US വെല്ലുവിളികളെ അതിജീവിക്കുമെന്ന് ബൈഡൻ ഭരണകൂടം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത്. ഇന്ത്യ US ബന്ധം കൂടുതൽ വൈവിധ്യപൂർണ്ണവും കൂടുതൽ ആഴത്തിലുള്ളതുമാണെന്ന് ഞാൻ ലളിതമായി പറയാം. സ്ഥിരമായി ഞങ്ങൾ ഇരു രാജ്യങ്ങളും ചില വെല്ലുവിളികളിൽ എത്തിച്ചേരാറുണ്ട്. എന്നാൽ അവ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതാണ് പ്രധാനം എന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. ഇരു രാജ്യങ്ങളും തമ്മിൽ സാധ്യമായ ഏറ്റവും ആഴത്തിലുള്ള ഉചിതമായ കൂടിയാലോചന നടത്തിയിട്ടുണ്ടെന്ന് തനിക്ക് ഉറപ്പു നൽകാൻ കഴിയും. ഇത് ഉചിതമായ രീതിയിൽ നേരിടാൻ തങ്ങൾക്ക് കഴിയുമെന്ന് ഉറപ്പുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഉയർന്നുവന്ന കുറ്റാരോപണങ്ങളിൽ പ്രതികരിക്കാൻ തയ്യാറല്ലെന്നും ബന്ധപ്പെട്ട ഏജൻസികൾ അത്തരം വിഷയങ്ങളിൽ പ്രതികരിക്കുന്നതാണ് ഉചിതമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. എന്ത് ആരോപണങ്ങൾ ഉയർന്നു വന്നാലും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം ശക്തമാണെന്നും ബൈഡൻ ഭരണകൂടത്തിലെ ഉദ്യോഗസ്ഥൻ കൂട്ടിച്ചേർത്തു. ശതകോടീശ്വരൻ ഗൗതം അദാനിക്കെതിരെ അഴിമതി കുറ്റം ചുമത്തി US സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ കേസെടുത്തിരുന്നു. ഊർജ്ജ പദ്ധതിയുമായി ബന്ധപ്പെട്ട കരാറുകൾ ലഭിക്കാൻ ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് കോടിക്കണക്കിന് രൂപയുടെ കൈക്കൂലി നൽകിയതിനെതിരെയാണ് ഈ നടപടി. അദാനി ഗ്രീൻ എനർജി ലിമിറ്റഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ സാഗർ അദാനിക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. 20 വർഷത്തിനുള്ളിൽ $2 ബില്യൺ ലാഭം പ്രതീക്ഷിക്കുന്ന സൗരോർജ്ജ കരാറുകൾ നേടുന്നതിന് അദാനിയും കൂട്ടരും $250 മില്യൺ കൈക്കൂലി നൽകി. ഇക്കാര്യം മറച്ചുവെച്ച് നിക്ഷേപ തട്ടിപ്പ് നടത്തി എന്നിവയാണ് ആരോപണങ്ങൾ. അദാനി ഉൾപ്പെടെ 7 പേർക്കെതിരെയാണ് കേസ്. അഴിമതി, വഞ്ചന, ഗൂഢാലോചന എന്നീ കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഇതിനെല്ലാം പുറമെ സിറിയയിലെയും ബംഗ്ലാദേശിലെയും അക്രമാസക്തമായ 2 ഭരണകൂട അട്ടിമറികൾ, മധ്യേഷ്യയിലെ യുദ്ധങ്ങൾ, റഷ്യ-ഉക്രൈൻ യുദ്ധങ്ങൾ എന്നിവ സൃഷ്ടിച്ച അസ്വസ്ഥതകൾക്കിടയിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം ഒരു പ്രവചനാതീതമായ അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. സാങ്കേതിക വിദ്യ, സുരക്ഷാ പങ്കാളിത്തം, പ്രതിരോധം എന്നീ മേഖലകളിൽ മികവ് തെളിയിക്കാൻ ബൈഡന് കഴിഞ്ഞുവെങ്കിലും ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളുടെ ഭരണ അട്ടിമറിയിലും ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിലും ഇടപെടാനുള്ള അമേരിക്കയുടെ ശ്രമം ഉഭയകക്ഷി ബന്ധത്തിന് നിരക്കാത്തതായിരുന്നു. സഹകരണത്തിനുമപ്പുറം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആഴത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് തീർച്ചയായും അനിവാര്യമാണ്. ഇന്ത്യയുടെ മനുഷ്യാവകാശ മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ബൈഡൻ നടത്തിയ ഇടപെടലുകൾ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ അസ്വസ്ഥത തീർച്ചയായും സൃഷ്ടിച്ചിട്ടുണ്ട്. ഒരു പരമാധികാര രാഷ്ട്രത്തിന്മേൽ ഒരു പാശ്ചാത്യ രാജ്യം നടത്തിയ ഇടപെടൽ തീക്കളിയായി മാറി. ഇന്ത്യയുടെ പിന്നാമ്പുറത്ത് അമേരിക്ക നടത്തിയ ഭരണ അട്ടിമറി പ്രവർത്തനങ്ങളിൽ ഇന്ത്യക്ക് അമേരിക്കയുടെ മേലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നതിന് കാരണവുമായി. ബംഗ്ലാദേശിലെ ഭരണ സംവിധാനത്തിൽ ഉണ്ടാകുന്ന ഏതൊരു പ്രതിസന്ധിയും ഇന്ത്യയുടെ രാഷ്ട്രീയ സംവിധാനത്തിനെ നേരിട്ട് ബാധിക്കും. ആ സാഹചര്യത്തിലാണ് അമേരിക്കയുടെ പ്രവർത്തനങ്ങളെ ഇന്ത്യ അസ്വസ്ഥരാണ് എന്ന് പറയുന്നത്. ഇന്ത്യയെ പോലെ സങ്കീർണവും ബഹുമുഖവുമായ ഒരു ഭരണ സംവിധാനമുള്ള അമേരിക്കയുടെ മറ്റു രാജ്യങ്ങളുമായുള്ള ബന്ധത്തെക്കുറിച്ച് ഒരു സാമാന്യ അഭിപ്രായമാണ് പറയുക എന്നത് ശരിക്കും പ്രയാസകരമായ ഒരു കാര്യമാണ്. ഉദാഹരണത്തിന് വാഷിംഗ്ടൺ DC ആസ്ഥാനമായുള്ള പത്രപ്രവർത്തക സീമ സിരോഹി ഇക്കണോമിക് ടൈംസിൽ എഴുതിയതുപോലെ, ഇന്ത്യൻ വ്യവസായി ഗൗതം അദാനിയെ അമേരിക്കൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ്, മാർക്കറ്റ് റെഗുലേറ്റർ, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ ലക്ഷ്യമിടുന്നത് ബൈഡന്റെ ടീമിലെ പലരെയും അമ്പരപ്പിച്ചിരുന്നു. അദാനിക്കെതിരായ കുറ്റപത്രം ഒഴിവാക്കുന്നത് വിഷയം കൈകാര്യം ചെയ്യുന്ന മുതിർന്ന അമേരിക്കൻ ഉദ്യോഗസ്ഥർക്ക് പോലും അറിയില്ലായിരുന്നത്രേ. ഈ തീരുമാനം ഇന്ത്യയെ പോലെ അവരെയും ഞെട്ടിച്ചിരുന്നു.
ഡൊണാൾഡ് ട്രംപ് ശക്തമായി തിരിച്ചു വന്നതിന് ശേഷം ബൈഡൻ ഇന്ത്യയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിൽ പിന്നോട്ട് പോയെന്ന് പൂർണ്ണമായും നമുക്ക് പറയാൻ കഴിയില്ല. ക്വാഡ് ചട്ടക്കൂട് ശക്തിപ്പെടുത്തി. തന്ത്രപരമായ സാങ്കേതിക പങ്കാളിത്തവും പ്രതിരോധ വ്യാവസായിക സഹകരണവും ശക്തിപ്പെടുത്താൻ ബൈഡൻ ശ്രമങ്ങൾ നടത്തിയിട്ടുമുണ്ട്. ഇൻഡസ് എക്സ്, ICET തുടങ്ങിയ ഉദ്യമങ്ങളിലൂടെ സ്വകാര്യ മേഖലയുമായി ബന്ധപ്പെടുത്തി സുരക്ഷ, വാണിജ്യ, ബഹിരാകാശ മേഖലകളിൽ പദ്ധതികൾക്ക് നേട്ടം കൊണ്ടുവരാൻ അമേരിക്ക ശ്രമിച്ചിട്ടുണ്ട്. ഈയടുത്ത് അമേരിക്കയിൽ വെച്ച് നടന്ന ഇൻഡോ അമേരിക്കൻ സ്പേസ് സംയുക്ത സമ്മേളനത്തിൽ മനുഷ്യന്റെ ബഹിരാകാശ യാത്ര, സംയുക്ത ബഹിരാകാശ പരിവേഷണം തുടങ്ങിയ പുതിയ മേഖലകളിലേക്ക് ഇരു രാഷ്ട്രങ്ങളുടെയും സഹകരണം വ്യാപിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നതായി ഇന്ത്യൻ അംബാസഡർ പറഞ്ഞിരുന്നു. ഇത് അമേരിക്കയും ഇന്ത്യൻ ബഹിരാകാശ കമ്പനികളും തമ്മിലുള്ള വാണിജ്യ പങ്കാളിത്തം സുഗമമാക്കും. എന്നിരുന്നാലും ഖലിസ്ഥാൻ വിഷയത്തിലെ നെഗറ്റീവ് തലക്കെട്ടുകളും അദാനിയുടെ മേലുള്ള കുറ്റപത്രം, ബംഗ്ലാദേശിലെ അട്ടിമറിയെക്കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഇവയെല്ലാം ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ബന്ധം വഷളാക്കുകയാണ്. ഇനി റഷ്യൻ സഹകരണം നോക്കുകയാണെങ്കിൽ റഷ്യയിലെ കലിൻഗ്രാഡിലെ യന്ത്ര ഷിപ്പ്യാർഡിൽ നിർമ്മിച്ച INS തുഷീർ എന്ന സ്റ്റെൽത്ത് ഫ്രിഗേറ്റ് കമ്മീഷൻ ചെയ്ത വേളയിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് റഷ്യയുമായുള്ള സഹകരണം വർദ്ധിപ്പിക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. റഷ്യയുമായി ഇന്ത്യ അടുക്കുന്നത് അമേരിക്കയ്ക്ക് അതൃപ്തി എന്തായാലും ഉണ്ടാക്കും. റഷ്യയുമായുള്ള അടുത്ത ഇടപെടൽ തുടരാൻ മാത്രമല്ല, സഹകരണം കൂടുതൽ ആഴത്തിലാക്കാനും വിപുലീകരിക്കാനും ഒക്കെ ഇന്ത്യ ബോധപൂർവമായ തീരുമാനമെടുത്തിട്ടുണ്ട്. ഈ സിംഗിന്റെ പ്രസ്താവന റഷ്യയുമായുള്ള തന്ത്രപരമായ താൽപര്യങ്ങൾ പിന്തുടരുന്നതിനെ തുടർന്നുണ്ടാകാൻ ഇടയുള്ള ഭൗമരാഷ്ട്രീയ വെല്ലുവിളികളും സമ്മർദ്ദവും നേരിടാനുള്ള ഇന്ത്യയുടെ സന്നദ്ധത അടിവരയിടുകയാണ്. ഖലിസ്ഥാൻ പ്രശ്നം, വ്യാപാര തർക്കങ്ങൾ തുടങ്ങിയ സുപ്രധാന വിഷയങ്ങളിൽ അമേരിക്കയിൽ നിന്ന് പിന്തുണ ലഭിക്കാത്തതിന്റെ പ്രതികരണമാണ് ഈ നീക്കം. റഷ്യയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിലൂടെ തന്ത്രപരമായ പങ്കാളിത്തം വൈവിധ്യവൽക്കരിക്കാനും അമേരിക്കയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും ഇന്ത്യ ലക്ഷ്യമിടുന്നുണ്ട്. പതിവ് സംയുക്ത അഭ്യാസങ്ങളിലൂടെയും സൈനിക സാങ്കേതിക സഹകരണത്തിലൂടെയും പ്രതിരോധ സഹകരണം ഉൾപ്പെടെ വിവിധ മേഖലകളിൽ ഇന്ത്യ റഷ്യ ബന്ധം ശക്തിപ്പെടുത്തുകയാണ്. ന്യൂക്ലിയർ പവർ, ഹൈഡ്രോ കാർബണുകൾ എന്നിവയുൾപ്പെടെ ഊർജ്ജ സഹകരണത്തിൽ ഇരു രാജ്യങ്ങളും അവസരങ്ങൾ തേടുന്നുമുണ്ട്. കൂടാതെ 2030 ആകുമ്പോഴേക്കും ഉഭയകക്ഷി വ്യാപാരം $100 ബില്യൺ ഉയർത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് വ്യാപാര സാമ്പത്തിക സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള വഴികൾ അവർ ചർച്ച ചെയ്തു. ഇന്ത്യയുടെ മനുഷ്യാവകാശ രേഖകൾ, പ്രത്യേകിച്ചും മതസ്വാതന്ത്ര്യം, വർഗീയ ആക്രമണം എന്നിവയിൽ ആശങ്ക പ്രകടിപ്പിക്കുന്ന അമേരിക്കൻ കോൺഗ്രസ് കമ്മിറ്റിയുടെ റിപ്പോർട്ടിനോടും ഇന്ത്യ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയെ സംബന്ധിക്കുന്ന വിഷയങ്ങളിൽ അമേരിക്ക പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ വ്യാജമാണെന്നും അത് തങ്ങൾക്ക് അംഗീകരിക്കാൻ ആവില്ല എന്നും ഇന്ത്യ വിയോജിപ്പ് അമേരിക്കയെ അറിയിച്ചിരുന്നു. അമേരിക്കയുടെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഇത്തരം കുതന്ത്രങ്ങൾക്കുള്ള ഉഭയകക്ഷി ബന്ധത്തിൽ വിള്ളൽ എന്തായാലും വീഴ്ത്തിയിട്ടുണ്ട്. ഇന്ത്യയുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഇടപെടുന്നുവെന്നും മോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ താഴെയിറക്കാനുള്ള ശ്രമത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് കൈത്താങ്ങാണെന്നും ആരോപിച്ച് BJP എക്സിൽ തുടർച്ചയായി പോസ്റ്റുകളുമായി രംഗത്തെത്തിയിരുന്നു. തീർച്ചയായും അമേരിക്കയുടെ സമാനതകളില്ലാത്ത ആഗോള സ്വാധീനം, സാമ്പത്തിക ശക്തി, ലിബറൽ ആധിപത്യത്തോടുള്ള പ്രതിബദ്ധത എന്നിവ ചിലപ്പോൾ അതിന്റെ അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ ആധിപത്യ സ്വഭാവം കൊണ്ടുവന്നേക്കാം. പരമാധികാര രാഷ്ട്രങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ പലപ്പോഴും ഇടപെടുന്നത് ലോകത്തിന് മുന്നിൽ അവരുടെ പ്രതിച്ഛായ നഷ്ടപ്പെടാൻ കാരണമാകും. ഇന്ത്യ സ്വതന്ത്ര രാഷ്ട്രമാണെന്ന നിലയിൽ അതിന്റെ പരമാധികാരത്തെയും സ്വയംഭരണത്തെയും വിലമതിക്കുന്നു. അമേരിക്കയുടെ മൂല്യങ്ങളോ താൽപര്യങ്ങളോ അടിച്ചേൽപ്പിക്കാനുള്ള ഏതൊരു ഇടപെടലും ശ്രമവും ഇന്ത്യ ചെറുക്കും. കൂടുതൽ ശക്തവും തുല്യവുമായ പങ്കാളിത്തം കെട്ടിപ്പടുക്കുന്നതിന് അമേരിക്ക ഇന്ത്യയുടെ പരമാധികാരത്തെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും എന്തായാലും വേണം. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായും അത് എന്ത് തന്നെയായാലും കമന്റിൽ കുറിക്കൂ. അതോടൊപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താനായി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.